ഇവാനെ ബസ് കയറ്റി വന്നപ്പോഴാണ് നമ്മളെ സ്ഥിരം പൂള കൊണ്ടുവന്നിരുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പൂള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നമുക്ക് പൂള കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കിച്ചണിൽ തന്നെ കയറിങ്ങാണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ റഷീദാക്ക് മീൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കിങ്ങാണ്ട് ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെ മീൻ നന്നാക്കാനിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ മാന്തളാണ് കേട്ടോ. ചിലയിടങ്ങളിൽ ഇതിന് നൊങ്ക് അങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിതിനെ മാന്തൾ എന്ന് പറയും. എൻ്റെ ഫേവറേറ്റ് മീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ. അപ്പോൾ അത് ഞാനും അയനക്കുട്ടിയും കൂടെ പുറത്തുപോയി നന്നാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓളും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പിന്. ഇനിയിപ്പോൾ അത് മസാലയൊക്കെ തേച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റിയാണ് കേട്ടോ. ഇന്നൊക്കെ ഉള്ളത് മാത്രം മസാല തേച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രീസറിൽ വെക്കണേൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് ഫ്രീസർക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ചധികം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവാനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ചോറൊന്ന് ചൂറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അവിടെ ഊറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നല്ലോണം വെള്ളം തിളപ്പിക്കും. എന്നിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കും. പിന്നെ ഞാൻ നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്നേക്കായും ഫാൻസ് എൻ്റെ ഈ ഒരു ചൂലിനാണ് എന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എൻ്റെ ഒരു വീഡിയോ കൂടെ ആ ചൂലിൻ്റെയൊക്കെ ഒരു ഭാഗ്യമായി ഒരു വീഡിയോ കൂടെ വന്ന് വൈറലായി എന്നറിയില്ലേ. അപ്പോൾ എന്തായാലും അടിച്ചുവാറൽ കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടക്കലും കഴിഞ്ഞ് പിന്നെ അലക്കാനുണ്ടായിരുന്നു. അലക്കലും കഴിഞ്ഞിട്ടാണ് പിന്നെ മീൻ പൊരിച്ചെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ മീനൊക്കെ പൊരിച്ചെടുത്തപ്പോഴേക്കും അയാനക്കുട്ടി തറവാട്ടിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ 2 ദൊഡ്ഡൽ ബാക്കി ഉണ്ടായിരുന്നു. അത് ഓൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ അത് അവിടെ ഇരുന്നുങ്ങാണ്ട് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി വേണമല്ലോ, മീൻ പൊരിച്ചതല്ലേ. അപ്പോൾ അതിലേക്ക് മത്തം താളിപ്പ് കറി ഉണ്ടാക്കാൻ വിചാരിച്ച് അത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ദിതില്ലേ, ദിതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ദേത് എന്നല്ലേ ആ ചട്ടകം. ആ ചട്ടികളുടെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ചട്ടി എങ്ങനെയുണ്ടെന്ന് ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്. സംഭവം ചട്ടി അടിപൊളിയാണ് കേട്ടോ. ഞാൻ വാങ്ങി അന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുളിച്ച് റെഡിയായി വന്നിക്കല്ല, കുളി കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.